ഇന്നലത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ജാഫർ യാതൊരു ഉളുപ്പുമില്ലാതെ വെറുതെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരു കള്ളത്തരം. അതായത് അവിടെയുള്ളവരാരും അതിനെ എതിർത്തുമില്ല, അവർക്കൊന്നും അത് ഓർമ്മയില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ ആ ടാസ്ക് കൊടുക്കുന്നു. ആ ടാസ്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോമിനേഷന് വന്നവർക്ക് അവർ എന്തുകൊണ്ട് നോമിനേഷന് വന്നെന്നുള്ളതിന്റെ കാരണം, എന്തുകൊണ്ട് അവർക്ക് അതിനല്ലാതെ അവിടെ നിൽക്കാനുള്ള കാരണം എന്താണെന്നും കൂടെ അവർക്ക് പറയാനുള്ള ഒരു അവസരം, എല്ലാവർക്കും അവരവരുടെ ഒരു ഭാഗം പറയാനൊരു അവസരം കൊടുക്കണ്ടേ, അങ്ങനെ കൊടുത്ത ഒരു അവസരം. അപ്പൊ ജാസ്മിൻ വന്നപ്പോൾ ജാസ്മിനോട് സായിയെ നോമിനേറ്റ് ജാസ്മിൻ ചെയ്തതിന്റെ കാരണം എന്താ വെച്ചാൽ സായി എപ്പോഴും വീട്ടിൽ പോകണം എന്നുള്ള ഒരു സംസാരമുണ്ട്, അതുകൊണ്ടാണ് ആ വീട്ടിൽ പോട്ടെ എന്നുള്ള വിചാരിച്ച് ചെയ്തെന്നൊക്കെ ജാസ്മിൻ ലൈവിൽ ചിരിച്ചു കളിച്ച് സായിയോട് തന്നെ നേരിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ സായി അത് ചോദിച്ചു, ജാസ്മിനും ഇവിടെ പറഞ്ഞിട്ടില്ല വീട്ടിൽ പോകണമെന്നാണ്. ഒറ്റ അടിക്കങ്ങ് തർക്കമാണ്. ഞാൻ ഇന്ന് വരെ എവിടെയും എങ്ങനെയും ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ടില്ല, കൺവെൻഷൻ റൂമിൽ പോയി പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ അതിന്റെ തെളിവ് പ്രേക്ഷകരെല്ലാവരും കേട്ടാണ്. ഒരു വട്ടം അല്ല ജാസ്മിൻ അത് പറഞ്ഞേ, ഒത്തിരിയും വട്ടം. എൻ്റെ ഗബ്രി നീ ഇല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, നീ ഇല്ലെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും. ഈ സീക്രട്ട് റൂമിലാണ് ഗബ്രി എന്നാണ് ജാസ്മിൻ ആ ഒരാഴ്ച മുഴുവൻ ആലോചിച്ചത്. അപ്പൊ സീക്രട്ട് റൂമിലുള്ള ഗബ്രി തിരിച്ചു വന്നില്ല എങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും. ബിഗ് ബോസ് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ കിറ്റ് ചെയ്യും. ഇത് തന്നെ നമ്മൾ കേട്ട് നമ്മൾ മടുത്താണ്. ക്യാമറയുടെ മുന്നിൽ പോയി നിന്ന് പറച്ചില്ല, കരച്ചിലോടെ പറച്ചില്ല, ഇതിങ്ങനത്തെ ഒരു ഷോ ആണെന്നറിയാം, എന്നാലും എനിക്ക് നിൽക്കാൻ പറ്റില്ല ബിഗ് ബോസേ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിന് മുന്നേ റെസ്മിനുള്ളപ്പോൾ, റെസ്മിനോട് ഗബ്രി ഉള്ളപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗബ്രി പോയാൽ അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന്. ഗബ്രിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു എന്ന് ഇന്നലെ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, അത് വ്യക്തമായ തെളിവുണ്ട്. ഈ പാർഷ്വാലിറ്റി ഒന്നും ഇല്ല എങ്കിൽ ലാലേട്ടൻ ഈ ആഴ്ച വരുമ്പോൾ തീർച്ചയായിട്ടും പണ്ടിങ്ങനെ ആര്യയുടെ ഒരു തർക്കം ഇതുപോലെ വന്നപ്പം എടുത്ത് സീൻ കാണിച്ചായിരുന്നു. അതേപോലെ പാർഷ്വാലിറ്റി ഒന്നും ഇല്ല എങ്കിൽ ജാസ്മിൻ്റെ ഈ സീൻ കാണിക്കേണ്ടതാണ് ലാലേട്ടൻ, കാരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു മത്സരാർത്ഥി എന്തുകൊണ്ടോ തർക്കിച്ചില്ല. അപ്പോൾ ഒന്ന് രണ്ട് കാര്യമാണ് ഇന്നലത്തെ ആ ടാസ്കിൽ സിജോ പൊളിച്ചടുക്കി കൊടുത്ത കാര്യങ്ങൾ. ആദ്യം സായി ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ചോദ്യത്തിന് ഇതേപോലെ ഒരു നുണ പറയുന്നു. അത് കഴിഞ്ഞ് ശ്രീധു വന്നപ്പോൾ ശ്രീധുവിനോട് എന്താണ് ഇവിടെ കൊടുത്ത സംഭാവന എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീധു ഓരോ കാര്യമൊക്കെ പറയാം. അപ്പൊ സിജോ എന്താണ് ആ സമയത്ത് തന്നെ ജാസ്മിൻ കയറി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് സംഭാവന ഇട്ട, നീ പോയിട്ട് മാസമായിട്ട് തിരിച്ചു വന്നാണോ, അല്ല നീ എന്താണ് സംഭാവന ഇട്ടെന്നൊക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ സിജോ അത് ഞാൻ ശ്രീധുവിനോടല്ല ചോദിച്ചെന്നുള്ള രീതിക്ക്. അപ്പം പിന്നെ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനും സിജോയും തമ്മിൽ അടി ആ ഒരു വിഷയത്തിന്റെ പുറത്ത് നടക്കുമ്പോഴത്തേന് ജാസ്മിനോട് സിജോ പറയുന്നുണ്ട്, നീ ഇന്നെപ്പോലൊരു സംഭാവന മാതാപിതാക്കൾക്ക് മറ്റൊരാളും കൊടുക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ സിജോ നല്ലപോലെ പറയുന്നുണ്ട്. പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. മാതാപിതാക്കൾക്കിട്ട് വളർത്തി വലുതാക്കിയതിന് വേണ്ടി ഇത്രയും നല്ലൊരു പണി ഒരു പെൺകുട്ടി കൊടുക്കാനില്ല. കാരണം ഇത്രയും വലിയൊരു ഷോയിൽ പോയിട്ട് വൃത്തികേട് മുഴുവൻ കാണിച്ച മൂക്ക് ചീറ്റിയിടയിൽ ഒരുത്തനുമായിട്ട് ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ മുഴുവൻ കമന്റ് എങ്ങനെയാണ്, ഒരു പയ്യനാണ്, ഒരു പെൺകുട്ടിയാണ്, അവൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്, അവളാണ് അത് ആലോചിക്കേണ്ടത്, അവൾ മാറി നിൽക്കണം, അവളൊരു ഡിസ്റ്റൻസ് നിൽക്കണം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന അങ്ങനെ പെൺകുട്ടികൾ ഒരു കുറച്ചുകൂടെ കെയർ ആവും പുരുഷന്മാരെ കണ്ട്. അവർക്ക് ചെളി കണ്ടു ചവിട്ടി വെള്ളം കണ്ടു കഴുകി, ഇത്രയേ ഉള്ളൂ അവരുടെ രീതി. പണ്ട് തൊട്ടേ പോരുന്ന ഒരു രീതിയാണ്. എന്തുകൊണ്ടോ സമൂഹം പുരുഷൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു പ്രശ്നമില്ല, സ്ത്രീക്കാണ് അത് വരുന്നെങ്കിൽ കഴിഞ്ഞു. അപ്പൊ ജാസ്മിന് ഈ കാര്യം അറിയാവുന്നതാണ്. ജാസ്മിൻ ഈ ഗബ്രി ഇങ്ങോട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ അടുക്കാൻ വരുമ്പോൾ ജാസ്മിൻ ഒഴിഞ്ഞു മാറി നിൽക്കാൻ, ഞാൻ കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കായിരുന്നു. അതിന് പകരം കോംബോയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നും പറഞ്ഞ് ഉള്ള വൃത്തിയുടെ മുഴുവൻ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ ഒരു മാതാപിതാക്കൾക്കിട്ട് ഒരു മകൾ എന്ന രീതിക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം പണി തന്നെ ആ സംഭാവനയാണ് ജാസ്മിൻ അവിടെ ഇട്ടത്. അത് ശരിക്കും സിജോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിജോ ശരിക്കും നല്ലപോലെ. അവസാനം ജാസ്മിന് തർക്കിച്ച് ഒന്നും തർക്കിക്കാനില്ലാതെ ഒരു കരയുന്ന അവസ്ഥയിലേക്കാണ് ജാസ്മിൻ പൊക്കോണ്ടിരുന്നത്. വേറെ കൂടുതലൊന്നും പറയാലോ. പിന്നെ വേറെ ഒരു മുട്ടാനായും പറയുന്നു, നീ ഫോട്ടോ എടുത്ത് എൻ്റെ അത്ത വരുമ്പോൾ കീറിക്കളയുമെന്നല്ലേ പറഞ്ഞ്, ഇപ്പൊ കീറിയില്ലല്ലോ. ആ കീറാത്തതിന്റെ കാര്യം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കീറാത്തതിന്റെ കാര്യം ഇന്നലെ ജാഫർക്കയുടെ വോയിസ് പുറത്തു വന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പുള്ളിക്ക് ഇവനെ തന്നെ വലിച്ചു കീറാനുള്ള കലിയുണ്ട്. ഗബ്രിയെ കിട്ടാൻ അവനെ രണ്ടായിട്ട് വലിച്ചു കീറും, അത്രയും കലിയാണ്. തക്കാളിയൊക്കെ കൂട്ടി വിളിച്ചിട്ടുണ്ട്. എങ്ങനെയല്ലേ ഈ പാവാടത്തുമ്പിൽ നിന്ന് പിടുത്തം വെച്ച് അവന് നേരെ ഗെയിം കളിച്ചൂടെ, എൻ്റെ മോളെ എങ്ങനെയല്ലോ ഒന്ന് രക്ഷിച്ചെടുക്കുക, എനിക്ക് കപ്പും വേണ്ട ഒരു തേങ്ങയും വേണ്ടെന്ന് ഇന്നലെ സായിയോട് പുള്ളി പറയുന്ന വോയിസ് ആകട്ടെ. അപ്പൊ ഇവനെ കൊല്ലാനുള്ള കലിയാണ്. അപ്പൊ അവന്റെ ഫോട്ടോ വലിച്ചു കീറില്ലേ. ശരിക്കും പറഞ്ഞാൽ പുള്ളി ബീബിയോട് സംസാരിച്ച് വെച്ച് അവന്റെ ഫോട്ടോ ഒരുപക്ഷെ അവിടെ വെച്ച് കീറും എന്ന് തോന്നിയത് കൊണ്ടാണ് ബീബി ആ ഫോട്ടോ കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പൊക്കോ, മാലയും ഫോട്ടോയും കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് പൊക്കോ എന്ന് പറഞ്ഞു. ഇന്നലെ ജാസ്മിൻ സിജോയോട് തർക്കിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക്, നീ പറഞ്ഞത് അത്ത ഫോട്ടോ കീറുന്നല്ലേ പറഞ്ഞു, പക്ഷെ കീറിയില്ലല്ലോ എന്ന്. ഇത് എന്ത് മുട്ടാനായ, കീറിയില്ലെങ്കിൽ അത് അങ്ങേരുടെ ഒരു മര്യാദ. അതായത് ആ ഒരു ഷോയാണ്, ആ ഷോയിൽ അവനെ അവമാനിക്കണ്ട എന്ന് തോന്നിയ അങ്ങേരുടെ ഒരു മര്യാദ. അങ്ങേര് ഇപ്പോൾ തീർച്ചയായിട്ടും ആ ഫോട്ടോ കൈ ചുരുട്ടി പിടിച്ച് ആ ബി ഹൗസിന്റെ മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, ക്യാമറയിൽ നിന്ന് മുന്നിൽ ഇറങ്ങി ആദ്യം ചെയ്യുക ആ ഫോട്ടോ തുന്നമായിട്ട് ഉള്ള കലി മുഴുവൻ ഉപയോഗിച്ച് കീറിക്കളഞ്ഞ്. അത് നമുക്കറിയാം.
മകളെ മനസ്സിലാക്കുന്ന രീതിയിൽ ഉപദേശിച്ചു കൊടുത്ത് മാലയെ മേടിച്ച് നന്നായിട്ട് നീ ഒറ്റയ്ക്ക് നിന്ന് ഗെയിമും കളിക്കടി എന്ന് പറഞ്ഞേച്ചാണ് പോകുന്നത്. അപ്പോൾ റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇതിന് മുന്നേ കളിച്ചതിൽ എന്തെങ്കിലും ഒരു പറ്റാത്താവോ അല്ലെ കുറ്റബോധം ഉണ്ടോ എന്നുള്ള രീതി ജാസ്മിനോട് സിജോ ചോദിക്കുന്നുണ്ട്. യാതൊരു കുറ്റബോധവും ഇല്ല, ഒന്നുമില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. പിന്നെ അച്ഛനെ അമ്മയെ എനിക്ക് ഇവിടെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാനിവിടെ അനുഭവിച്ചത് എന്താണെന്ന് ഞാൻ അവരെ വെളിയിലിറങ്ങി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാമെന്ന്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം അവിടെയുണ്ട്. ജാസ്മിൻ അവിടെ എന്ത് അനുഭവിച്ചാലും അവിടെ അന്ന് എത്രയോ പെൺകുട്ടികൾ നിൽക്കുന്നു, അവരൊക്കെ അനുഭവിച്ചത് തന്നെയുള്ളൂ. അല്ല ജാസ്മിനെ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടെ പണ്ട് സീസൺ 2 രജിസാറിനെ എങ്ങാനും ഒറ്റപ്പെടുത്തിയ പോലെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാവരും കൂടി ജാസ്മിനെ ഉപദ്രവിക്കുന്ന ഒരു സീൻ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. ജാസ്മിൻ ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജാസ്മിനെ അവിടെ എല്ലാവരും കൂടെ ഉപദ്രവിച്ചു, ഗബ്രി അവിടെയുള്ള എല്ലാവരും കൂടെ ഉപദ്രവിച്ചു. അപ്പോൾ ഉപദ്രവിക്കുന്ന 2 വ്യക്തികൾ അവരൊന്നിച്ചു കൂടിയത് അതും ഒരു മുട്ടാനായം തന്നെ. അവിടെ എങ്ങും നമ്മൾ അങ്ങനെ ഒരാൾ പോലും അങ്ങനെ ഗെയിം കളിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും നമ്മൾ അത് കണ്ടത് ആരെയാണെന്ന് ചോദിച്ചാൽ ജിൻഡോയെയാണ്. ജിൻഡോയെ അവിടെയുള്ള എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന കണ്ടു. ഏറ്റവും കൂടുതൽ ജാസ്മിനും ഗബ്രിയും ജിൻഡോയെ ഒറ്റപ്പെടുത്തുകയും ഒത്തിരി ആക്ഷേപിക്കുകയും ഒത്തിരി അധിക്ഷേപിക്കുകയും ഒത്തിരി കളിയാക്കുകയും ഒത്തിരി ദ്രോഹിക്കുകയും പല രൂപേണ ഹരാസ്മെന്റ് ചെയ്യുന്നത് ശരിക്കും കണ്ടാണ് ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ജിൻഡോയോടൊരു ഇഷ്ടം പോയത്. അല്ലാതെ ജാസ്മിൻ പറയുന്ന പോലെ ജാസ്മിനും ഗബ്രിയെയും അവിടെയുള്ള ഒരു ഉപദ്രവിച്ചതിൻ്റെ പേരിൽ അവരൊന്നായതാണെന്നും ഒരു കൈത്താങ്ങായിട്ട് പരസ്പരം ഒന്നാണെന്നും ഇതൊന്നുമല്ല. ഇവരുടെ അഹങ്കാരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഗബ്രി ജാസ്മിൻ എന്ന 2 മത്സരാർത്ഥികളുടെ ഒരു അഹങ്കാരമായിരുന്നു അവരാ കാണിച്ചത്. അതായത് ഇങ്ങനെയായിരുന്നു അവർ കേരളത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ചെയ്യും, ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള ഒരു മെസ്സേജ് ഇട്ടാണ് അവരവിടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെരുമാറിയത്. അവർ കയ്യെ പിടിക്കും, കെട്ടിപ്പിടിക്കും, ഷർട്ടിനുള്ളിലുള്ളത് കാണിച്ചു കൊടുക്കണോ അല്ലെ കാണിച്ചു കൊടുക്കണമെന്ന് ചോദിക്കും, നിനക്ക് കാണണമെന്ന് ചോദിക്കും, കടിക്കും, നക്കും, ഇതെല്ലാം ചെയ്തു. ഇതൊക്കെ അവരുടെ സൗകര്യം, വേണമെങ്കിൽ കണ്ടേച്ച് പോടാന്നുള്ള രീതിക്ക് അഹങ്കാരിച്ചാണ് ജാസ്മിൻ അവിടെ ചെയ്തത്. അത് ജാസ്മിൻ്റെ അത്തയും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന്. അങ്ങനെയല്ലേ ഞങ്ങളിവിടെ ഒറ്റപ്പെട്ടിട്ടാണ്. അത് അവരെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. സാധാരണ ജനങ്ങൾ അവിടെ ഒറ്റപ്പെട്ട ആളെ കണ്ടത് ജിൻഡോയെയാണ്. ഞാൻ ആദ്യമൊക്കെ ഓർത്ത് ജിൻഡോ ആ ഒരു ഗെയിം രജിസാറിൻ്റെ ഒരു ഗെയിം ജിൻഡോ കൊണ്ടിരുന്നായിരിക്കും ഓർത്ത്. പിന്നെ പോകെയാണ് നമുക്ക് മനസ്സിലായി അങ്ങനെയല്ല. ജിൻഡോ ഒന്ന് തൊടാൻ പോലും ഗബ്രി സമ്മതിക്കല്ല, അത്ര അറപ്പ്. പിന്നെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്തെല്ലാമാണ് വിളിച്ചത്. അതുപോലെ ജയിലിൽ ചെന്നപ്പോഴത്തേനത് കളി ഷൊട്ടനോ എന്തോ അങ്ങനെ വിളിച്ച് ഷൊട്ടയോ എന്തോ വിളിച്ച് കളിയാക്കി. പിന്നെ എന്താണ് ആ ജയിലിൽ കിടക്കുമ്പോൾ അടിച്ചടിച്ച് വിളിക്കുന്നു. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യന് യാതൊരു ബഹുമാനവും കൊടുക്കാതെ പെരുമാറുന്നു. ഇതൊക്കെ ചെയ്തത് ജാസ്മിനാണല്ല. ജാസ്മിനെ അവിടെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നലേ. അപ്പോൾ ജാസ്മിൻ ഇന്നലെ കള്ളങ്ങളുടെ ഒരു പെരുമഴ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വീട്ടുകാർക്ക് കൊടുത്ത് അവർക്ക് നിന്റെ വീട്ടുകാർക്ക് സിജോ പറയുന്നുണ്ട് നീ ഇവിടെ ചെയ്ത ഗെയിം നിന്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് അവർ നിന്റെ ഈ മാലയും ഈ ഫോട്ടോയും ഊരി മേടിച്ചുകൊണ്ട് പോയത് എന്ന് സിജോ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ജാസ്മിന് സത്യമൊക്കെ മനസ്സിലായി. പക്ഷേ ജാസ്മിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തർക്കം അവസാനം ഒരു കരച്ചിലിൻ്റെ രീതിക്കുള്ള തർക്കമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഇന്നലെ ശരിക്കും പ്രേക്ഷകർ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ പോയ ആ സമയം തൊട്ട് ചെയ്തു കൂട്ട കാര്യങ്ങൾ കുറേയൊക്കെ പ്രേക്ഷകർക്ക് മുഖത്ത് നോക്കി ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾ സിജോ ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് ആലോചിക്കുക, കിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ട്. ഈ വാക്സാമർത്ഥ്യം കഴുത്തിന് ചുറ്റും നാക്കുള്ളതുകൊണ്ട് വാക്സാമർത്ഥ്യം കൊണ്ട് അവിടെ തർക്കിക്കുമ്പോൾ അവിടെയുള്ള ഒരു മത്സരാർത്ഥിയും തിരിച്ച് അല്ല അങ്ങനെയല്ല, നീ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ എഴുന്നേറ്റ് നിന്നില്ല. ഈ പറയുന്ന സായി ചുമ്മാ ചോദിക്കുന്നേ ഉള്ളൂ. ജാസ്മിൻ്റെ സപ്പോർട്ട് തന്നെയാണ് സായി. അതുകൊണ്ട് സായി അതിൻ്റെ മറുപടി ഒന്നും പറയില്ല. പറഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് സായിക്കറിയാം. പക്ഷെ സായി അത് തിരിച്ചു ചോദിക്കില്ല. ജാസ്മിൻ്റെ വെറുപ്പ് സമ്പാദിക്കാമെന്ന് സായി നിൽക്കില്ല. അതാണ് കാര്യം. അതെന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്നലെ തർക്കിച്ച വിവരം ലാലേട്ടൻ വരുമ്പോൾ ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. ലാലേട്ടനും ബിഗ് ബോസിനും പാർഷ്വാലിറ്റിയൊന്നും പുറമെ കാണിക്കുന്നില്ല എങ്കിൽ അവർ ഈ സീൻ എടുത്ത് ജാസ്മിനെ കാണിച്ചു കൊടുക്കണം. നീ എത്ര വട്ടം പറഞ്ഞത്? ഒരു വട്ടമല്ല, ഒരു 100 വട്ടം ജാസ്മിൻ കൺഫെഷൻ മറ്റേ ബീബിയോട് പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഗബ്രിയില്ല, എനിക്ക് നിൽക്കാൻ പറ്റില്ല, എനിക്ക് പോകണം എന്ന് തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.